ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ലോഗ് ഓഫ് ഫീൽസ് ഓൺ വൈബ്. ഞാൻ ഒരു ലൊക്കേഷൻ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഇത് ഈ ഒരു എൻഡ് സ്പോട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പിലായിട്ട് വരുന്നൊരു പാത്തുണ്ട് നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു വഴി. ഇതിന് പറയുന്നതാണ് ഈ നരകപാതയെന്ന്. ഈ നരകപാതയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമ്മൾ ആ ഒരു ട്രക്കിങ് കാര്യങ്ങളും നല്ല പ്രോപ്പറായിട്ട് ചെയ്തു വരണം. നല്ല ഒരുപാട് വഴിയും കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. തിരിച്ചു പോയപ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന വഴിയൊന്നും ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ലായിരുന്നു. ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് പോയത്. എങ്കിലും തിരിച്ചു വരാൻ നേരത്തെ ഞങ്ങൾ കറങ്ങി കൊക്കയുടെ സൈഡിലോട്ടാണ് ഇറങ്ങിക്കൊടുത്തത്. കാര്യം ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടൊരു വീഡിയോ ഞാൻ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് അപ്ലോഡ് ചെയ്യാം. മിക്കവാറും അടുത്ത് തന്നെ അവിടെ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയി കാണാൻ പറ്റിയ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സ്പോട്ടാണത്. ഒരിക്കലും അത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണ്. കാര്യം എന്താ പറയുക, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ മേളിൽ നിന്നുള്ളൊരു വ്യൂ. ആ വ്യൂ മാത്രമല്ല, നമ്മൾ ഈ ട്രക്ക് ചെയ്ത് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മൾ മേളിലെത്തുന്നത്. മേളിലെത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ഞാൻ എന്താ പറയുക, എനിക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു വേറൊരു ലെവൽ തന്നെയാണ്. ഇത് ഈ നടക്കുന്ന ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടോ. നമ്മൾ ഇച്ചിരി തെന്നിയെ കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല ഡീപ്പായിട്ട് കിടക്കുകയാണ്. ഈ നല്ല ഷാർപ്പായിട്ടുള്ള എൻഡിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നരകപാത എന്ന് വിളിക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങാൻ പറ്റും. ചെറിയൊരു കുഴി പോലെയാണ്. ഇതിൻ്റെ എൻഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, അവിടെ ചെറിയൊരു കുഴി കണക്കുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ആ ടോപ്പിലുള്ള വലിയ പാറയിൽ കയറാൻ പറ്റും. പക്ഷെ അത് എത്രത്തോളം എന്നൊന്നും എനിക്കറിയില്ല. റിസ്ക്കാണ്, അത്യാവശ്യം നല്ല റിസ്ക്കാണ്. ഞങ്ങൾ പോകാൻ പറ്റുന്നിടം വരെ പോയി. ഒരുപാടങ്ങ് റിസ്ക് എടുക്കാൻ ഞങ്ങൾ നിന്നില്ല. പിന്നെ താല്പര്യമുള്ളവർക്ക് പോവാം, നോക്കിയും കണ്ടൊക്കെ അവനവൻ്റെ റിസ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. കാര്യം ഇത് ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്ന് കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇല്ലിക്കലിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾ പോയിട്ടുണ്ട് പണ്ട്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എനിക്കൊരു പ്രതിഭാസം ഉണ്ടായിരുന്നില്ല. ഉൾക്ക നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടി പോകുന്നു, അത് എന്താ പറയുക, നേക്കടയിൽ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് വൈറലായി. ആ ഒരു ടൈമിൽ ഞങ്ങൾ രാത്രിയല്ല, ഞങ്ങൾ വൈകിട്ട് ഇവിടുന്ന് തിരിച്ചാണ്. നേരെ വാഗമൺ പോയി. വാഗമൺ അത്യാവശ്യം കറങ്ങി 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ സൈഡിലെത്തി. അവിടുന്ന് 2 മണിയല്ല, സോറി, 12:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇല്ലിക്കൽ കല്ലിൻ്റെ സൈഡിലെത്തി. ഞങ്ങൾ ട്രക്ക് ചെയ്ത് എൻ്റെ ടോപ്പിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 മണിയായി. 2 മണി തൊട്ട് ഞങ്ങളൊരു 3:30 വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. 3:30 വരെ വെയിറ്റ് ചെയ്തിട്ടും ഇടയ്ക്കിടയ്ക്ക് 1-2 നക്ഷത്രങ്ങളെ കാണുന്നതല്ലാണ്ട് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളതിൻ്റെ മേളിൽ ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചായിരുന്നു, കട്ടൻ ചായ ഇട്ട് കുടിച്ചു, മാഗി കുക്ക് ചെയ്തു. അതിൻ്റെ എല്ലാ വീഡിയോ, ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ടൈമിലൊക്കെ കിട്ടിയൊരു വൈബ് ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ മേളിൽ നല്ല തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് നമുക്ക് മേളിൽ കിട്ടുന്നത്. ആ ഒരു ക്ലൈമറ്റിൽ നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊക്കെ ആയിട്ടിരുന്ന് കൂടിയിരുന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു വൈബുണ്ട്. അതൊന്നും നമുക്ക് പിന്നീട് ഒരിക്കലും കിട്ടുന്നതല്ല. എന്താ പറയുക, ആ ഒരു ടൈം നമുക്ക് ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും എന്താ പറയുക, നമ്മുടെ ഫോൾഡറിൽ മാറ്റിയിട്ടേക്കുന്ന കുറേ മെമ്മറീസ് ഉണ്ടല്ലോ, അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മെമ്മറിയാണത്. ശരി, എല്ലാവരും കുറ്റം പറയാറുണ്ട് രാത്രിയൊക്കെ പോയി ട്രക്ക് ചെയ്യുന്ന, അവിടെ വല്ല പാമ്പോ മൃഗങ്ങൾ എന്തെങ്കിലും കാണില്ല, ബുദ്ധിമുട്ടല്ലേ അതായതെന്നൊക്കെ. ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, ലൈറ്റ് കയറുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ പേടി വരാം, പിന്നെ ബുദ്ധിമുട്ടാവാം. പിന്നെ ഇതിനകത്ത് പല സ്ഥലത്തും വെള്ളത്തിൻ്റെ ചാലൊഴുകുന്നുണ്ട്. അപ്പോൾ ഈ ചാലിൻ്റെ സൈഡിൽ കൂടെ കയറി പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ്, പായലും കാര്യമൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അതിൻ്റെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. പക്ഷെ ഈ ഒരു ടൈം ഇതെല്ലാം ഓവർകം ചെയ്തു പോയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോലത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ, എന്താ പറയുക, വേൾഡിൻ്റെയൊക്കെ തുമ്പി കയറിയിരിക്കുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതൊന്നും എനിക്ക് തോന്നുന്നതൊന്നും വേറൊരു നമുക്ക് വീഡിയോ കാണുന്ന കണക്കല്ല. ഈ കാണുന്നിടത്ത് എല്ലായിടത്തും കൂടി ഞാൻ പറയുകയാണ്, ഒരു പ്രാവശ്യം ഒന്ന് പോയി കാണാൻ പറ്റിയ അതേപോലൊരു മൂമെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വേറെ കാണില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണിത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. Okay guys, see you then. Bye bye.